ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടി വളരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനായിട്ട്. ആദ്യം തന്നെ ഞാൻ എന്റെ പഴയൊരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാവേ. ഇതെന്റെ ഇപ്പോഴത്തെ ഫോട്ടോയാണ്. ഇത് ഇന്ന് ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഇതെന്റെ പഴയൊരു ഫോട്ടോയാണ്. ഈ രണ്ട് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹെയർ എത്രത്തോളം ഗ്രോ ചെയ്തെന്ന്. റീസെന്റ് ആയിട്ട് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേ എന്റെ കോളേജിലും സ്കൂളിലൊക്കെ ഉള്ള ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്ന ചോദ്യം വെപ്പുമുടിയാണല്ലേ എന്ന്. അതിനൊരു കാരണമുണ്ട്. കാരണം അവരെന്നെ കണ്ടേക്കുന്നത് ഒരു ഷോൾഡറിന്റെ ഈ ഒരു ലെവലിലും മുടി എനിക്ക് ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും മുടി വളരുള്ളൂ. ഞാൻ പലതരം ഓയിൽസ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പലതരം മാസ്കുകൾ, ഒരുപാട് ഹെയർ കെയർ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും എനിക്ക് വർക്കായിട്ടില്ല ശരിക്കും പറഞ്ഞു. അപ്പം നമുക്ക് ഈ കോളേജ് സ്കൂളിലൊക്കെ മുടി രണ്ടായിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടെ വരെ പിന്നും ഒരു എന്താ ഇവിടുന്ന് ഒരു ഇത്രയും പിന്നും, എന്നിട്ട് ഞാനിങ്ങനെ പരത്തി ഇടും. ഉള്ളില്ല, മുടിക്ക് ഉള്ളില്ലാത്തതുകൊണ്ട് കുറച്ച് ഉള്ളു പോലെ കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇവിടെ നിന്ന് പുഷിട്ടിട്ട് കുറച്ചിങ്ങനെ വിടർത്തി ചെറുതാക്കി ഇടും. ഓരത്തിന് ചുരുണ്ടമുടിയുള്ളവർക്ക് മനസ്സിലാവും അതിന്റെ ആ ബുദ്ധിമുട്ട്. നമുക്ക് മുടി വളർന്നാലും മനസ്സിലാവത്തില്ല, വളർന്നില്ലെങ്കിലും മനസ്സിലാവത്തില്ല. അതങ്ങനെ ചുരുണ്ടങ്ങനെ നിൽക്കും. അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് മുടി വളരുന്നത്. ഓക്കെ, അപ്പം എന്റെ ഈ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് വർക്കായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ യാതൊരു പ്രോഡക്ട്സും റിവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒരു പ്രോഡക്റ്റ് ഒന്നും തന്നെ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. എന്റെ എക്സ്പീരിയൻസ് 100% എനിക്കുണ്ടായ എന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് ഹെയർ ഗ്രോത്ത് ടിപ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹെയറിന് ഒരു റുട്ടീൻ ഉണ്ടാവും. റുട്ടീൻ എന്ന് പറയുന്നത് ഏതൊക്കെ ദിവസം ഓയിൽ മുടിയിലിടണം, ഏതൊക്കെ ദിവസം മുടി ഹെയർ വാഷ് ചെയ്യണം, ഷാംപൂ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാവണം, അങ്ങനെ കൃത്യമായിട്ടൊരു റുട്ടീൻ നിങ്ങളുടെ ഹെയറിന് ഉണ്ടാവണം. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും വേണം. അടുത്ത ടിപ്പ് ഞാൻ പറയും, കുറച്ച് പേരെങ്കിലും അയ്യോ എന്ന് വെക്കുമായിരിക്കും. കാരണം ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ മാത്രം ഹെയർ വാഷ് ചെയ്യുക. കുളിക്കുന്ന കാര്യമല്ല, ഹെയർ വാഷ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അടുത്ത ടിപ്പ് വന്നിട്ട് വീക്ക്ലി വൺസ് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഹെയർ വാഷ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് സൺഡേസിലാണ്. പൊതുവെ അന്ന് വേറൊരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അത്രയും ടൈം ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സൺഡേസ് ഞാൻ പറയുന്നത്. സൺഡേസിൽ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ എടുത്തിട്ട് ഹെയറിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു കുറച്ച് നേരം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾക്ക് സ്കാൾപ്പിന് ഭയങ്കര നല്ലതാണ്. കുറച്ച് നേരം ഹെയറിൽ മസാജ് ചെയ്ത് ഒരു 15 to 20 minutes നമ്മൾ അതിന് ലീവ് ചെയ്യുക. അതിനുശേഷം മാത്രം അത് വാഷ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കും. ഡെയിലി തലയിൽ എണ്ണ വെക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുടിയിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴുകി വരും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എണ്ണ വെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ അത്രയും ഞാൻ എണ്ണയൊന്നും വെച്ചിട്ട് എന്റെ മുടിക്ക് ഒരു തരത്തിലുള്ള ഗ്രോത്തും ഉണ്ടായിട്ടില്ല. പോരാത്തതിന് നമ്മൾ ഓയില് മുടിയിലിരിക്കുമ്പം കൂടുതലായിട്ടുള്ള ഡസ്റ്റ് അതിലേക്ക് അടിഞ്ഞു കൂടാനും മുടി വീണ്ടും ഡാമേജ് ആവാനായിട്ടേ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ടിപ്പ് വന്നിട്ട്, ഹെയർ ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഷാംപൂ പ്ലസ് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. അടുത്തായിട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വാങ്ങുമ്പോൾ അത് പാരബൻ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ ബോട്ടിലിന്റെ ഫ്രണ്ടിൽ തന്നെ കാണും പാരബൻ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോഴും ഷാംപൂ ഡയറക്റ്റ് ആയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മാത്രം ഷാംപൂസ് യൂസ് ചെയ്യുക. അതായത് ആദ്യമേ ഒരു 2 കപ്പ് വെള്ളത്തിലൊക്കെ ഹെയർ നല്ലപോലെ നനച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 1 കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് ഷാംപൂ ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കലക്കിയതിനു ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യുക. അടുത്തായിട്ട് ഷാംപൂ മുടിയിൽ നിന്ന് നമ്മൾ മുഴുവൻ കഴുകി കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് മുടി ഒന്ന് പിഴിഞ്ഞ് വെള്ളം കുറച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായും കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഷാംപൂ ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഇടണം എന്നുള്ളത്. എല്ലാ ദിവസങ്ങളൊന്നും കണ്ടീഷണേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷാംപൂ ചെയ്യുന്ന ദിവസം നിർബന്ധമായിട്ടും കണ്ടീഷണറും കൂടെ മുടിയിലിടുക. അതാകുമ്പോൾ ആ ഒരു മോയ്സ്ചർ നമുക്ക് ഹെയറിൽ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്കാൽപ്പിൽ പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ കണ്ടീഷണർ മുടിയിലിടാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു ഏരിയ ലെഫ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയയിലേക്ക് മാത്രമേ നമ്മൾ കണ്ടീഷണർ തേക്കാൻ പാടുള്ളൂ. കണ്ടീഷണർ യൂസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അത് കഴുകിക്കളയാം. അടുത്തതായിട്ട് ഹെയർ തോർത്തേണ്ടതിനെ പറ്റിയാണ് പറയുന്നത്. നേരത്തെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ അമ്മയൊക്കെ മുടി ഇങ്ങനെ വെച്ച് തോർത്ത് വെച്ച് ഇങ്ങനെ അടിക്കുന്നത്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിർത്തുക. മുടി പൊട്ടിപ്പോവാനും സ്പ്ലിറ്റൻസ് വരാനൊക്കെ ഭയങ്കര സാധ്യതയാണ്. അതുകൊണ്ട് അങ്ങനെ മാക്സിമം ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹെയർ ടവൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഹെയർ തോർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഹെയറിന് വേണ്ടി ഒരു ടവൽ ഇല്ല എങ്കിൽ വീട്ടിലെ പഴയ നമ്മുടെ ടീഷർട്സ് ഇല്ലേ, നല്ല വൃത്തിയായിട്ട് നമ്മൾ അലക്കിയൊക്കെ വെച്ചേക്കുന്ന പഴയ ടീഷർട്സ് നമുക്ക് ഹെയർ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാൻ മുടി ഉണക്കാനായിട്ട് ഹെയർ ഡ്രയേഴ്സോ അല്ലെങ്കിൽ ഫാനിന്റെ ചോട്ടിൽ പോയി നിൽക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. ഞാൻ എന്റെ മുടിയെ
കുളിച്ചതിന് ശേഷം ടവൽ ഉപയോഗിച്ച് വെള്ളം തോർത്തി കളഞ്ഞതിന് ശേഷം അങ്ങനെ കുറച്ചു നേരം ലീവ് ചെയ്യുകയാണ് പതിവ്. മുടി ഉണങ്ങുന്നതിന് മുൻപ് കെട്ടിവെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് നിർത്തിയേക്കുക. അത് ഭയങ്കര വലിയ ഡാമേജ് ആയിരിക്കും നിങ്ങളുടെ ഹെയറിന് ഉണ്ടാക്കുക. മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഹെയർ കെട്ടിവെക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹെയർ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അഴിച്ചിട്ടുണ്ട് പോകുന്നവരാണ്, ഒക്കേഷണലി അല്ല ഞാൻ പറയുന്നത്, യാതൊരു ഇതുമില്ലാതെ ഡെയിലി നിങ്ങൾ മുടി അഴിച്ചിട്ടുണ്ട് പോകുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. മുടി ഒന്നെങ്കിൽ നമ്മൾ കെട്ടിവെക്കുക, കാറ്റ് പിടിക്കാത്ത രീതിയിൽ, ഒന്നെങ്കിൽ പിന്നി കെട്ടുകൊണ്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അടുത്തൊരു കാര്യം വന്നിട്ട്, ഈ കാര്യം എല്ലാവരും മിക്ക കാര്യങ്ങൾക്കെല്ലാം പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മളത് പിന്നെ അങ്ങനൊന്നും അല്ല എന്ന് പറയും. പക്ഷെ എങ്കിൽ ശരിക്കും ഉള്ള കാര്യമാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുക, മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്റെ ഈ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് 100% എന്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഞാനിപ്പോൾ അതിന്റെ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടിപ്സും കാര്യങ്ങളും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും till then, bye bye.